ഈ ഒരു ഫീച്ചർ 360 ക്യാമറയുടെ റേഞ്ച് തന്നെ മാറ്റിക്കളഞ്ഞു. ഇതാണ് Insta360 പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള X5. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ക്യാമറ കാണാം. ഇങ്ങനെ ഒരു പുതിയ ഡിസൈനിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. X4 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡയമെൻഷനിലും സ്ക്രീൻ സൈസിലും ഒന്നും വലിയ വ്യത്യാസമില്ല. പിന്നെ ബോക്സിനകത്ത് ക്യാരി ചെയ്യാനുള്ള പൗച്ച്, ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ, മൈക്രോ ഫൈബർ ക്ലോത്തും യൂസർ മാനുവലും വാറണ്ടി കാർഡുമാണ് ഉള്ളത്. ഈ ഒരു ആക്ഷൻ ക്യാമറയിൽ നമുക്ക് മാക്സിമം 8K 30 FPS ഷൂട്ട് ചെയ്യാം. ഇനി 5.7K ആണെങ്കിൽ 60 FPS ആക്റ്റീവ് HDR കൂടി ഷൂട്ട് ചെയ്യാം. ഇനി 4K ആണെങ്കിൽ 120 FPS ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 360 ക്യാമറയിൽ പുതിയതായിട്ട് കൊണ്ടുവന്ന ഫീച്ചറാണ് പ്യുവർ വീഡിയോ. ഇത് നമ്മൾ ടേൺ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോ ലൈറ്റിൽ നല്ല രീതിയിൽ ഈ ക്യാമറ പെർഫോം ചെയ്യുന്നുണ്ട്. സൺസെറ്റിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. റിസൾട്ട് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. നൈറ്റ് ടൈമിൽ നോർമൽ മോഡിലിട്ടിട്ട് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ക്വാളിറ്റിയും നമ്മൾ പ്യുവർ വീഡിയോ മോഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. ബോട്ടത്തിൽ ഇപ്പോൾ സ്ക്രൂ ത്രെഡ് മാത്രമല്ല മാഗ്നറ്റിക് മൗണ്ടിന്റെ കൂടി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പഴയ ലെൻസ് പോലെയല്ല, ഇതിലൊരു അൾട്രാ ഹാർഡ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് കാരണം എക്സ്ട്രാ ടഫും ഡ്യൂറബിളും സ്ക്രാച്ച് റെസിസ്റ്റന്റുമാണ്. ആൻഡ് ഈ ലെൻസ് ഈസി ആയിട്ട് നമുക്ക് റീപ്ലേസും ചെയ്യാം. പഴയ X4 ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബിഗ്ഗർ ആൻഡ് ബെറ്റർ സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് വീഡിയോ ക്വാളിറ്റിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. Insta360 നിന്ന് ഷൂട്ട് ചെയ്തതിനു ശേഷം എഡിറ്റ് ചെയ്യുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ അത് ഇനി ഈസി ആയിരിക്കും. കാരണം ആപ്പും അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇതിൽ കുറെ AI പവേർഡ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇത് നമ്മുടെ എഡിറ്റിങ്ങിനെ വളരെ ഈസി ആക്കും.